ഇന്ന് നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഒരു ഗസ്റ്റ് അല്ല, രണ്ടുപേരാണ്. ഒരു വൈറൽ സെലിബ്രേറ്റഡ് സ്റ്റാർ കപ്പിളിനെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. സോ വിത്തൗട്ട് മച്ച് ഇൻട്രൊഡക്ഷൻ, ലെറ്റ്സ് വെൽക്കം ജാസി ആൻഡ് ആഷി. വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ജാസി തട്ടമൊക്കെ ഇട്ടിട്ട് നിൽപ്പുണ്ടല്ലോ. പൊതുവെ ഞാനിങ്ങനെ എന്താണ്, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം, വേറെ ഉള്ള ഇഷ്ടം എല്ലാ ഇന്റർവ്യൂലും പറഞ്ഞ പോലെ സാരിയാണ്. സാരി പിന്നെ ചുരിദാർ ഇടുമ്പോൾ ഒരു മുസ്ലിം, ആ ഒരു ഓൾറെഡി നമ്മൾ മുസ്ലിം ആണല്ലോ, അപ്പൊ അതുകൊണ്ട് തട്ടൊക്കെ ഇട്ട് നിൽക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഓക്കെ, ഞാൻ ജാസി വരുന്നത് കൊണ്ടാണ് ഞാനും ഇന്ന് ഇച്ചിരി ഒരുങ്ങി കുർത്തിയൊക്കെ ഇട്ട് ഞാൻ വന്നിരുന്നത്. അതുകൊണ്ട് വന്നപ്പോൾ കുർത്തി ശ്രദ്ധിച്ചു, എനിക്ക് ഇഷ്ടമായി. ഒരു ഷോളും ഉണ്ട് കേട്ടോ, ഷോൾ അവിടെ വെച്ചേക്ക. ഷോൾ ഇട്ടപ്പോ ഇതൊന്നും കാണുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ജാസിയുടെ കൂടെ പിടിച്ചു നിൽക്കണമല്ലോ. ജാസി എന്തായാലും നന്നായിട്ട് ഒരുങ്ങിയായിരിക്കും വരുന്നത്. തിന്നുക, ഉറങ്ങുക, ഭൂമിക്കൊരു ഭാരമായിട്ട് ജീവിക്കുക, എന്തൊരു ജന്മം കർത്താവേ. അപ്പൊ അതുകൊണ്ട് ഞാനും കുറച്ച് എഫേർട്ട് എടുത്തുനിന്ന് റെഡി ആയിട്ടാ വന്നത്. അപ്പൊ ജാസി ഫസ്റ്റ്, അതായത് ഇന്നും ഇന്നലെയും ട്രെൻഡിങ് ആയ ആളല്ല. ജാസി ഫസ്റ്റ് തൊട്ടേ ജാസിയുടെ വീഡിയോസും ഡാൻസ് റീൽസും ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളതാണ്. അതായത് ജാസി താടി വെച്ചിട്ട് തൊട്ട് റീല് ചെയ്യുന്നിടം തൊട്ട് ജാസി പിന്നെ സാരി ഉടുത്തും അല്ലെങ്കിൽ ചുരിദാർ ഇട്ടും റീലുകൾ നമ്മൾ കാണുന്നുണ്ട്. ആ ട്രാൻസിഷൻ സ്റ്റേജ് അവിടെ നിന്ന് ഇവിടം വരെ നമ്മൾ കാണുന്നുണ്ട്. സോ ഈ രണ്ട് ട്രാൻസിഷനിലും നമുക്ക് എപ്പോഴും താഴെ ഓരോരോ കമന്റ്സ്, അല്ലെങ്കിൽ ബാഡ് കമന്റ്സും ഗുഡ് കമന്റ്സും പല രീതിയിലുള്ള മിക്സപ്പാ കാണുന്നത്. നാട്ടുകാർക്ക് കൊതി തീരെ കല്ലും ചെരുപ്പ് എറിയാനും കൂവാനുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ ഇത്. അപ്പൊ ജാസിക്ക് തോന്നിയിട്ടുണ്ടോ ശരിക്കും മനുഷ്യരുടെ പ്രശ്നം എന്താന്നുള്ളത്? ഞാൻ കുറെ അത് ചിന്തിക്കാറുണ്ട്. ആദ്യം താടി വെച്ച് വീട് ചെയ്ത സമയത്ത് എന്നോട് പറഞ്ഞു, ഒന്നെങ്കിൽ നീ പെണ്ണാവും അല്ലെങ്കിൽ ആണാവുന്ന്. ഇപ്പൊ ഞാൻ ഒരു ഇതിൽ തന്നെ ഉറച്ചു നിൽക്കുമ്പോ അപ്പോ അവർക്ക് വേറെ പ്രശ്നങ്ങളാണ്. ഓപ്പറേഷൻ കഴിഞ്ഞോ, എല്ലാ സർജറിയും കഴിഞ്ഞോ, പൂർണ്ണമായി പെണ്ണായോ, അല്ലെങ്കിൽ അങ്ങനെ ആയോ ഇങ്ങനെ ആയോ, നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ്, അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ്. പക്ഷെ എനിക്ക് എന്താണ്, എനിക്ക് തോന്നുന്നു ഞാൻ ആ സമയം മുതൽ ഈ സമയം വരെ എന്നെ ഹിറ്റാക്കിയിട്ടുള്ളത് ട്രോളന്മാർ തന്നെയായിരിക്കും. ഇവിടെ തന്റെ കാര്യം കൊണ്ട് ഞാൻ തോറ്റല്ലോ, ഞാൻ ഇങ്ങോട്ട് അവിടെ ഉണ്ടല്ലോ. കാരണം ഞാനൊരു വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ, ഞാൻ ഏത് വീഡിയോസ് ഇട്ടാലും അതെടുത്തിട്ട് ട്രോൾ അല്ലെങ്കിൽ അതെടുത്തിട്ട് അവരുടെ അക്കൗണ്ടിൽ കൊണ്ടുപോയിട്ട് വേറെ രീതിയിൽ സംസാരിക്കുമ്പോൾ അവർക്ക് റീച്ചും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. ചുമ്മാ ജാസി എന്ന് പറഞ്ഞാൽ തന്നെ റീച്ച് വാരിക്കൊടി കൊടുക്കുക. കുട്ടേട്ടനെ വിട്ടിട്ട് ഞാൻ എവിടെയും പോവില്ല. ഈ ദേശമാണ് എന്റെ ദുബായ്, കൂട്ടേട്ടനാണ് എന്റെ അറബി. അപ്പൊ അതുകൊണ്ട് ഒരാള് അത് തുടങ്ങുമ്പോ നമുക്ക് ഇന്ന് ഇൻസ്റ്റാഗ്രാം ഒന്ന് റീച്ച് ആണെങ്കിൽ ജാസിനെ പിടിക്കാം, അപ്പൊ അടുത്ത ആളും ജാസി, അടുത്ത ട്രോളിനും ജാസി, ഇത് ഫുള്ള് അങ്ങ് ജാസി 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 ജാസി. പൊന്നുസഖിയൊക്കെ ഇറങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു എന്റെ അക്കൗണ്ടിലൊക്കെ ഒരു 1 മില്യൺ എനിക്ക് വീഡിയോസ് ഒക്കെ അവരുടെ അക്കൗണ്ടിൽ 8 മില്യൺ 10 മില്യൺ ഒക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു, ട്രോളോട് കൂടി. അപ്പൊ എനിക്ക് തോന്നി, അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്ക് വെറുതെ ഒരു പ്രൊമോഷൻ അവർ തരികയല്ലേ, തന്നോട്ടെ. എനിക്ക് ആദ്യമൊക്കെ വിഷമം ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല. ഇപ്പൊ എനിക്ക് സന്തോഷമാണ് ട്രോളി, കാരണം ഒന്നും കൂടി റീച്ച് ആയി വരും, എന്റെ അക്കൗണ്ട് റീച്ച് ആവുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് എനിക്കിപ്പോ പ്രശ്നമൊന്നുമില്ല. ഞാനൊരു വലിയ സംഭവം അല്ലേ, ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞാൽ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.